Hello, beautiful souls. Welcome to One Team is School and a brand new episode of The English Lab. ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ പുതിയൊരു സ്പെക്ട്രം തുടങ്ങാൻ പോവാണ്. നമ്മളിവിടെ പുതിയ ഒരു വേർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാണ്. വൺ ടീം സ്കൂളിന്റെ ദി ഇംഗ്ലീഷ് ലാബ് എന്ന് പറയുന്ന ഒരു സീരീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയണ്ട കോച്ചിങ് സെഷൻ ഫോർ ഇംഗ്ലീഷ്, പെർട്ടിക്കുലർലി ഫോർ ഇംഗ്ലീഷിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ്, ഒരുപാട് എന്താ പറയണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും ഇൻ ദി ഇംഗ്ലീഷ് ലാബ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ യു. അപ്പം അധികം ഡിലേ ആക്കാണ്ട്, കൂടുതൽ എന്താ പറയണ്ട ഡിലേ ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് പോവാം. Today we are going to discuss something which is very useful as for everybody if you are a beginner. നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണെന്ന് നമ്മൾ പറയാൻ വേണ്ടി പോണത്. This is none other than parts of speech. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏത് ഭാഷ ആയിക്കോട്ടെ, വിച്ചെവർ ലാംഗ്വേജ് ആണെങ്കിലും, പെർട്ടിക്കുലർലി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിൽ കുറേയധികം പാർട്സ് ഉണ്ട്. ഗ്രമാറ്റിക്കൽ കാറ്റഗറി ഉണ്ട് അല്ലെ? ആ കാറ്റഗറി ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് പാർട്സ്, അതിനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോണത്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോണത്. ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ again please do follow and subscribe to new videos. All right, moving forward, there are 8 parts of speech in general English. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. The first one, the very first one is verb. Okay, noun, adjective, adverb. And ഇപ്പുറത്തെ കാറ്റഗറിയിൽ ഇപ്പുറത്തെ കാറ്റഗറി മീൻസ് നെക്സ്റ്റ് സെക്ഷനിൽ we have pronoun, interjection, conjunction and preposition. ഇത്രയുമാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് എട്ടിനും ഓരോ എന്താ പറയണ്ടേ ഡ്യൂട്ടീസ് ഉണ്ട്. ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് പോകുന്നതിൽ, സെർവ് ചെയ്യുന്നതിൽ ഓരോ പാർട്ട് ഓഫ് സ്പീച്ചിനും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ലാംഗ്വേജിൽ ഒരു കോമ്പീറ്റൻസി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. സോ എന്താണ് വെർബ്, എന്താണ് നൗൺ, എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആഡ്വർബ്, അതുപോലെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസും എന്താണ് എന്നുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ ഇന്ന് പോണേ. Alright, first one, that is noun. എന്താണ് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട്. നൗൺസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെയോ എന്തിന്റെയെങ്കിലും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. ദീസ് ആർ ജനറലി നെയിംസ് ഓഫ് പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, whatever. എന്തിന്റെ ആണെങ്കിലും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ മൈസെൽഫ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ എം ഹരി. ഹരി എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, എന്റെ പേരാണ്. ഓൾറൈറ്റ്, അപ്പൊ അതുപോലെ എന്തിനും കുത്തബ് മിനാർ എന്ന് പറയുന്നത് ഒരു പേരാണ് അല്ലെ? താജ്മഹൽ ഒരു പേരാണ്. എറണാകുളം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഡൽഹി എന്ന് പറയുന്നത് ഒരു പേരാണ്. ഇങ്ങനെ എന്തുമാ, ഫ്രൂട്ട്, ആപ്പിൾ can be a noun, കാരണം അതൊരു ഫ്രൂട്ടിന്റെ പേരാണ്. സോ ഇങ്ങനെ ഇതിൽ തന്നെ സബ് കാറ്റഗറീസ് ഒരുപാടുണ്ട് കേട്ടോ. ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. നൗൺസിൽ തന്നെ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അങ്ങനെ കുറെ ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ ഒരു ബേസിക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നൗൺസ് ആർ ജനറലി നെയിംസ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ ഇവിടെ കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇപ്പൊ അല്ലാതെ തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഡോഗ്, ബനാന, ഇതൊക്കെയും ഓരോ പേരുകളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നൗൺ ആണെന്ന് നമുക്ക് പറയാം. ഓൾറൈറ്റ്, ഇനി നമ്മള് പ്രൊനൗണിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. പ്രൊനൗൺസ് ജനറലി നമ്മളൊരു ഒരാള്, ഫോർ എക്സാമ്പിൾ അതുൽ എന്ന് പേരുള്ള ഒരു പയ്യൻ, ഓക്കെ, നിങ്ങളുടെ മുന്നിലുണ്ട് അതുൽ എന്ന് പേരുള്ള ഒരു പയ്യൻ. അതുലിനെ കുറിച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്. അതുല് ഇവിടെ വന്നു, അതുൽ ഇത്ര മണിക്ക് വന്നു, അതുല് അങ്ങോട്ടേക്ക് പോയി, അതുല് ഇന്നതാണ് ചെയ്യുന്നത്, അതുല് ഇന്ന സാധനം കൊണ്ടുവന്നു, അതുൽ ഇന്നത് കഴിച്ചു. ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയുന്ന സമയത്തും അതുൽ എന്ന് നമ്മൾ എടുത്ത് പറയുന്നതിന് പകരം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ അതുൽ എന്ന് പറയുന്ന പേരിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രമാറ്റിക്കൽ യൂണിറ്റിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയാം. ഓക്കെ, ഇത് അതുൽ എന്ന് പറഞ്ഞ പേരിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് പ്രൊനൗൺ വെച്ചിട്ടായിരിക്കും? ജനറലി ഇറ്റ് ഈസ് ഹി. റൈറ്റ്, അതുപോലെ ഷീ എന്നുള്ളത് ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഷീ എന്ന് സംസാരിക്കാം. ഇതിപ്പോ ഒരു പ്ലൂറൽ നൗൺ ആണെന്ന് വിചാരിക്കാം അല്ലെ? അതുലുണ്ട്, പിന്നെ ശ്രേയ ഉണ്ട്, രശ്മി ഉണ്ട്,
ഷാരൻ ഉണ്ട്, ഇങ്ങനെ കുറെ പേരുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കുറെ പേരുടെ പേരാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഇങ്ങനെ കുറെ പേരുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവരെയൊക്കെ ഒരുമിച്ച് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊനൗൺ ആണ് ദേ എന്നുള്ളത്, അല്ലെ? ദേ, യാ, അവർ. മലയാളത്തിൽ നമ്മൾ അവർ എന്ന് പറയും, ദേ. സോ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള നൗൺസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള യൂണിറ്റിനെയാണ് പ്രൊനൗൺ എന്ന് പറയാം. ഓൾറൈറ്റ്, ഇതിൽ കുറെ ഉണ്ട് കേട്ടോ. സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്, ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ഉണ്ട്. എന്താണെന്ന് ജനറലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ പോകുന്നതായിരിക്കും. ഓൾറൈറ്റ്, അടുത്തത് ഏതാണെന്ന് നോക്കിക്കോ. നൗ വി ഹാവ് വെർബ്സ്. എന്താണ് വെർബ് അല്ലെങ്കിൽ എന്താണ് വെർബ്സ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സി, ഞാൻ ബോൾ ചെയ്യാണ്, ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ബോൾ ചെയ്യാണെന്ന് വിചാരിക്കാം. ഞാനൊരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ഷൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം സ്പീക്കിംഗ്. ഇറ്റ്സ് ആൻ ആക്ഷൻ. ഞാൻ എന്തോ ഒരു സാധനം കഴിച്ചുകൊണ്ട്, ഞാനിപ്പോ ഒരു സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ എം ഈറ്റിംഗ്. യാ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യു ഗൈസ് ആർ ലിസ്ണിംഗ്, റൈറ്റ്? ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യു ഗൈസ് ആർ വാച്ചിങ് എ മൂവി, റൈറ്റ്? ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ആക്ഷനാണ്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്ഷൻസിനെയും നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന വേർഡാണ് വെർബ് എന്ന് പറയുന്നത്. Verbs are generally, a state of doing things like actions. Actionsനെയാണ് നമ്മൾ verb. അതിൽ തന്നെ ബി വെർബ്സ് കുറെ ഉണ്ട് കേട്ടോ. വേറെ കാറ്റഗറീസ് വരാനുണ്ട്. ഈ സാമ വാസ്, വേറെ കുറെ സാധനങ്ങളൊക്കെ വരാണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോവാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പോകാം. സോ എന്തായാലും ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള യൂണിറ്റിനെയാണ് വേർബ് എന്ന് പറയാ എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കാം. ഓൾറൈറ്റ്, യെസ്. മൂവിങ് ഫോർവേഡ്, നൗ വി ഹാവ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ നൗണിനെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗണിന്റെ കാര്യം, അല്ലെ? എന്താണ് നൗൺസ് എന്ന് പറഞ്ഞാൽ? നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരുകളാണ്. എന്തിന്റെങ്കിലും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. ആ പെർട്ടിക്കുലർ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. I'll give you an example. എനിക്കറിയാം അതെന്താ. നിങ്ങൾ സാധാരണ ജനറലി ഇംഗ്ലീഷ് പഠിക്കുന്ന ഓരോ കുട്ടിയും അല്ലെങ്കിൽ കുറെ കുട്ടികൾ അല്ല കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ അഡ്ജക്റ്റീവ്സ് ആഡ്വർബ്സ് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ് എന്ന് പറയാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ആക്ച്വലി നമ്മൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കിക്കോളൂ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് സ്കൈ എടുക്കുകയാണ്. ഓക്കെ, we have sky. Alright, സ്കൈ എന്ന് പറയുന്ന ഒരു നൗൺ ഞാൻ എടുത്തു. നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്ന ഇമേജ് എന്താണ്? ഒരു ആകാശം വന്നു. എന്ത് തരത്തിലുള്ള ആകാശം, എങ്ങനെയുള്ള ആകാശം, ഇങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. യു ഗൈസ് എന്താ പറയണ്ട, ഇപ്പൊ ഒരു ആകാശം കണ്ടുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? ഇനി അതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജസ് എന്താണെന്ന് പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കണം, കമന്റ് ചെയ്യോ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. Alright, now I'm writing ക്ലിയർ. ഇപ്പൊ എന്താ, ഇപ്പൊ എന്ത് തരത്തിലുള്ള ഒരു ഇമേജാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ക്ലിയർ സ്കൈ. ഒട്ടും ക്ലൗഡ് ഒന്നും ഇല്ലാണ്ട് നല്ല നീലാകാശമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക ക്ലിയർ സ്കൈ എന്ന് പറയുമ്പോൾ. അതേപോലെ ഞാൻ വേറൊരു അഡ്ജക്റ്റീവ് ആഡ് ചെയ്ത് നോക്കാം, ക്ലൗഡി. Okay, I'm adding a new adjective over here. Now you're getting another image, right? Another entirely different image. That is cloudy ആണ്. മൊത്തത്തിൽ ഇങ്ങനെ മേഘാവൃതമായിട്ടുള്ള ഒരു ആകാശമാണ് ഇപ്പൊ കിട്ടുന്നത്, റൈറ്റ്? സോ ഇങ്ങനെയുള്ള എന്താ പറയണ്ട ഡിഫറെന്റ് ഫോംസ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കിട്ടും when we add new adjectives. വേറൊരു എക്സാമ്പിൾ പറയാം, ഒരു പെൺകുട്ടി. ഓക്കെ, ഗേൾ. there is a girl എന്ന് വിചാരിക്കാം. ഒരു സാധാരണ ഗേൾ അടുപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക. അതിന്റെ മുന്നേ ഞാൻ ഒന്ന് രണ്ട് അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യാം. ടോൾ. നിങ്ങളുടെ മുന്നിൽ ഒരു ടോൾ ആയിട്ടുള്ള ഗേൾ ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ആ പെൺകുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, ഉയരമുള്ള പെൺകുട്ടി. അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എന്നുള്ളൊരു അഡ്ജക്റ്റീവ് ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് വരുന്നത്? ഷോർട്ട് ആയിട്ടുള്ള ഉയരം കുറഞ്ഞൊരു പെൺകുട്ടി വന്നു. ഓക്കെ, നൗ ഐ ആം ആഡിങ് ഇന്റലിജന്റ്. ഇന്റലിജന്റ് എന്നുള്ള ഒരു വാക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ ബുദ്ധിജീവി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും വരിക. വൈബ്രന്റ് അല്ലാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി വരും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ മാറും. ഇങ്ങനെ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്സിന്റെ ഉദ്ദേശം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. മൂവിങ് ഫോർവേഡ്, ആഡ്വർബ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇതേ ക്വാളിഫൈ ചെയ്യുന്ന പരിപാടി അല്ലാന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ എവിടെ നടക്കുന്നു? വെർബിൽ നടക്കാണ്. വെർബ്സിനെ ക്വാളിഫൈ ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വാക്ക് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, അല്ലെ? വാക്ക്.
ഓക്കെ. വാക്കിംഗ് സ്ലോലി എന്ന് പറയുകയാണെങ്കിൽ ഈ സ്ലോലി എന്ന് പറയുന്നത് ഒരു ആഡ്വേർബ് ആണ് ഇവിടെ. ഓക്കെ. അപ്പൊ സ്ലോലി എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ ക്യാരക്ടർ എന്തായി, ആ വാക്കിങ്ങിന്റെ ഒരു രീതി എന്തായി, മെല്ലെ നടക്കുക എന്നുള്ളതായി. ഓക്കെ. റാപ്പിഡ്ലി മീൻസ് പെട്ടെന്ന് സ്പീഡിൽ ഓടുകയാണ്, നടക്കുകയാണ്. അപ്പൊ ആ നടത്തം കുറച്ച് സ്പീഡിലുള്ളതായി. ജനറലി സ്പീക്കിംഗ് ആ ഒരു പെർട്ടിക്കുലർ ആക്ഷന്റെ തന്നെ ഒരു രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആഡ്വേർബ്സ് ആർ ജനറലി ആക്ഷൻ വേർബ്സിനെ അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്സിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ്. ഓക്കെ. ഇവിടെ 2-3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ ബോയ് റൺ ക്വിക്ലി, ഓടി പെട്ടെന്ന്. എങ്ങനെ? റൺ മെല്ലെയാണോ ഓടിയത്, സ്ലോലി ആണോ? അല്ല, ക്വിക്ലി ആണ് ഓടിയിട്ടുള്ളത്, ക്വിക്ക് ആയിട്ട് പെട്ടെന്ന്, അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ റൺ സ്ലോലി എന്നാണെങ്കിൽ അവൻ എങ്ങനെ ഓടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം, മെല്ലെയാണ്, അവന്റെ ഓട്ടം മെല്ലെ ആയിരുന്നു. അതല്ല, ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഓടിയത്, ക്വിക്ക് ആയിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെ നമ്മൾ ആഡ്വേർബ് എന്ന് പറയാം. ഓക്കെ. ഇനി ഒരു എക്സ്ട്രാ ടിപ്പും കൂടെ പറഞ്ഞുതരാം. ജനറലി ആഡ്വേർബ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് LY അല്ലെങ്കിൽ ELY ഉള്ള വാക്കുകൾ മോസ്റ്റ്ലി, എല്ലായ്പ്പോഴും അല്ല, ജനറലി ആഡ്വേർബ്സ് ആവാനാണ് സാധ്യത. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ എന്നോട് പറയണം. ഓൾറൈറ്റ്, മൂവിങ് ഫോർവേഡ്, നൗ വി ഹാവ് കൺജങ്ഷൻസ്. എന്താണ് കൺജങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കൺജങ്ഷൻ ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക്സ് വേർഡ്സ്, വാക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയാം. ഓക്കെ. ഇവിടെ ഒരു കയറുണ്ട്, ഇവിടെ ഒരു കയറുണ്ട്, ഇവിടെ ഒരു കൊളുത്തിനെ വെച്ച് നമ്മൾ ക്ലബ് ചെയ്യില്ലേ, ആ 2 കയറിനെയും കെട്ടാൻ വേണ്ടി നമ്മൾ കെട്ടി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 കൊളുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. ഇതുപോലെ ഈ കൊളുത്താണ് സംഭവം എന്ത്, കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് വേർഡ്സ് അല്ലെങ്കിൽ phrases or else clauses. Alright, moving forward, example പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. And but ഇങ്ങനെ I prefer, ഇപ്പൊ ചായയും കോഫിയും ഇഷ്ടമുള്ള ഒരാളാണ് നമ്മളെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ന് വിചാരിക്കുക. I prefer tea and coffee. അതും ഇതും and രണ്ടിനെയും കണക്ട് ചെയ്യാണ് അല്ലെ. ബട്ട് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണ്. Or, because, although, so, if, while, since, whereas, before, after, where, like since, yet. ഇങ്ങനെ കുറെ കൺജങ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി. ഇപ്പൊ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് വാട്ട് ആർ എയിം, റൈറ്റ്? മൂവിങ് ഫോർവേഡ്, നൗ വി ഹാവ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന, ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന് ഒരു ലൈക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ നമ്മൾ ഒരു ക്യാബിൻ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പേര് പറയാന്ന് ഐ ആം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. അതിന്റെ ഉള്ളിൽ ഒരു ആപ്പിൾ ഉണ്ട്, ആ ടേബിളിന്റെ പുറത്തൊരു ആപ്പിൾ ഉണ്ട്. സോ ഇൻ ഓൺ, അതിന്റെ മേളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആയിട്ടാണ് നമ്മൾ പറയാ, ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇൻ എന്നാണ് പറയാ അല്ലെ. സോ അങ്ങനെ ഓരോന്നിന്റെ, ഒരു വീടിന്റെ മണ്ടയ്ക്കാണെങ്കിൽ ഓൺ എന്ന് പറയാം, ഉള്ളിലാണെങ്കിൽ ഇൻ ദ ഹൗസ്, ഓൺ ദ ഹൗസ്, ഇൻ ദ ടേബിൾ, അണ്ടർ ദ ടേബിൾ, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ലൊക്കേഷൻ കാണിക്കുക എന്നുള്ളൊരു സാധനം, അതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദ ക്യാറ്റ് റൺ അക്രോസ് ദ റോഡ്, കുറുകെ. ദ പെൻസിൽ ഇസ് ഇൻ ദ ഡ്രോയർ, ഡ്രോയറിന്റെ ഉള്ളിൽ, ഇൻ ദ ഡ്രോയർ, ഡ്രോയറിന് മുകളിലാണെങ്കിൽ ഓൺ ദ ഡ്രോയർ, അങ്ങനെ വരും. ഓൾറൈറ്റ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രപ്പോസിഷൻ. നൗ വി ഹാവ് ഇന്റർജെക്ഷൻസ്. എന്താണ് ഇന്റർജെക്ഷൻസ്? ഇത് സംഭവം ഭയങ്കര സിമ്പിൾ ആണ്, വെരി സിമ്പിൾ കോൺസെപ്റ്റ്. പക്ഷെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ തോന്നിയിട്ട് പറയാറുള്ള ഒരു ഏരിയ ആണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ജനറലി ഇന്റർജെക്ഷൻസ് ആർ നമ്മൾ ഇമോഷണലി ഇവോക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സൗണ്ട്സിനെയാണ് നമ്മൾ ഇന്റർജെക്ഷൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ എം വാക്കിംഗ് ത്രൂ എ പെർട്ടിക്കുലർ വേ. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് എന്റെ കാല് ഒരു കല്ലിൽ തട്ടി ഔച്ച് എന്നൊരു ഒച്ച ഉണ്ടാക്കുകയാണ്. ഓക്കെ. നമ്മൾ അയ്യോ എന്നൊക്കെ ആക്കില്ലേ, സെയിം തിങ്. ഔ ആക്കാക്കത്തില്ലേ, അതുപോലെ ഓപ്സ് that's sad എന്നൊക്കെ പറയില്ലേ, ഔ എന്നൊക്കെ നമ്മൾ ഇതാക്കുന്ന തരത്തിലുള്ള എല്ലാ സൗണ്ട്സും ഇന്റർജെക്ഷൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, പലതരത്തിലുള്ള ഇന്റർജെക്ഷൻസ് ഒക്കെ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൗണ്ട് ഉണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ജനറൽ. ടുഗെദർ പറയാന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ടും ഓരോന്നിനെ കുറിച്ചിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. ഓരോന്നും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, കാരണം ഓരോന്നിലും കാറ്റഗറീസ് ഉണ്ട്. ആ ഓരോ കാറ്റഗറിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് വറി, നമ്മുടെ ഫസ്റ്റ് ലെസൺ എന്നുള്ള രീതിയിൽ ഇത് ഇത്രയും മതിയായിരിക്കും. സോ ഇംഗ്ലീഷ് പ്രോപ്പർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം.
വൺ ടീം സ്കൂൾ നിങ്ങളിലേക്ക് കുറെ കോണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഡു സബ്സ്ക്രൈബ് ടു ഫർദർ more videos. നമ്മുടെ കൂടെ ഉണ്ടാവാം. That's it. I'll come back with another video. Till then, this is me, Harry, signing off from The English Lab. Take care. Have a happy learning.